LSS മലയാളം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഇത്തരം ചോദ്യങ്ങൾ എല്ലാ ദിവസവും 4 മണിക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കും. LSS മലയാളം തെരഞ്ഞെടുത്ത ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം. പ്രശസ്ത ആട്ടക്കഥയായ നളചരിതം അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? പ്രശസ്ത ആട്ടക്കഥയായ നളചരിതം അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ഉത്തരം കഥകളി. 2. നാടൻ പദങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള രചന താരാട്ടുപാട്ടിൻ്റെ ഈണം ഭാഗവതത്തിൽ നിന്നും എടുത്ത കഥ. ഈ വിശേഷണം ഏത് സാഹിത്യകൃതിക്കാണ് കൂടുതൽ യോജിക്കുക? ഉത്തരം കൃഷ്ണഗാഥ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. ഇവിടെ അങ്കണം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? വളരെ പരിചിതമായ കവിതയാണിത്. ഇതിലെ അങ്കണം എന്നതിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം മുറ്റം. 4ാമത്തെ ചോദ്യം. പൊന്നണിഞ്ഞു, ഇത് പിരിച്ചെഴുതുക. ഉത്തരം പൊന്ന് പ്ലസ് അണിഞ്ഞു. 5ാമത്തെ ചോദ്യം. 1878 പൊന്നാനിയിൽ ജനിച്ചു. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. സാഹിത്യമഞ്ജരി രചിച്ചു. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഈ പ്രസ്താവനകൾ ഏതു കവിയെക്കുറിച്ചുള്ളതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 6ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായി എഴുതിയ പദം എടുത്തെഴുതുക. താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായി എഴുതിയ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ശൃംഗം, ഓപ്ഷൻ ബി ശൃംഗം, ഓപ്ഷൻ സി ശൃംഗം, ഓപ്ഷൻ ഡി ശൃംഗം. ഉത്തരം ശൃംഗം. 7ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പഴഞ്ചൊല്ലുകളിൽ ഒന്ന് കൂട്ടത്തിൽ കൂടാത്തതാണ്, അത് കണ്ടെത്തി എഴുതുക. താഴെ കൊടുത്ത പഴഞ്ചൊല്ലുകളിൽ ഒന്ന് കൂട്ടത്തിൽ കൂടാത്തതാണ്, അത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ ഒരുമ തന്നെ പെരുമ, ഓപ്ഷൻ ബി ഒരുത്തനെ പിടിക്കുകിൽ കരുത്തനെ പിടിക്കണം, ഓപ്ഷൻ സി ഒത്തുപിടിച്ചാൽ മലയും പോരും, ഓപ്ഷൻ ഡി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഉത്തരം, ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത ഉത്തരം ഒരുത്തനെ പിടിക്കുകിൽ കരുത്തനെ പിടിക്കണം. 8ാമത്തെ ചോദ്യം. വിണ്ണ്, അമ്പരം, ഗഗനം. ഈ കൂട്ടത്തിലേക്ക് ചേർക്കാവുന്ന മറ്റൊരു പദം ഏത്? വിണ്ണ്, അമ്പരം, ഗഗനം ഇതെല്ലാം ആകാശത്തിൻ്റെതായ അർത്ഥങ്ങളാണ്. ഇതിലേക്ക് ചേർക്കാവുന്ന മറ്റൊരു പദം ഏത്? ഉത്തരം വാനം. 9ാമത്തെ ചോദ്യം. മണ്ണ് വെട്ടി വെട്ടി പൊന്ത കണ്ടു, പൊന്ത വെട്ടി വെട്ടി പാറ കണ്ടു, വെള്ളി വെട്ടി വെട്ടി വെള്ളം കണ്ടു. ഈ കടങ്കഥയുടെ ഉത്തരമെന്ത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഓപ്ഷൻ എ കിണർ, ഓപ്ഷൻ ബി മഞ്ഞൾ, ഓപ്ഷൻ സി തേങ്ങ, ഓപ്ഷൻ ഡി ചക്ക. ഉത്തരം തേങ്ങ. അടുത്ത ചോദ്യം. നിങ്ങൾ പഠിച്ച ചില കവിതകളിലെ വരികളും കവികളുടെ പേരുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ വെണ്ണയെ കണ്ടൊരു കണ്ണന്തനാനനും വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ, ഏറ്റുമാനൂർ സോമദാസൻ. ഓപ്ഷൻ ബി കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ, ONV കുറുപ്പ്. ഓപ്ഷൻ സി കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളുമാശി വിളമ്പി നിരന്നു, ചെറുശ്ശേരി. ഓപ്ഷൻ ഡി മഞ്ഞക്കോടിയുമായിന്നച്ചൻ പൊന്നോണത്തിന് വരുമല്ലോ കുഞ്ചനമ്പ്യാർ. ഇതിൽ ശരിയും തെറ്റും ഇടകലർത്താണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ, ONV കുറുപ്പ്. 11ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കവിതയുടെ പേര് ആഹ്ലാദം. കർക്കിടക കണ്ണീർ വാർന്നു ദിക്കുകളെട്ടും തെളിവാർന്നു തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽപ്പു ഗ്രാമങ്ങൾ, കുന്നിൻ ചെരുവിൽ പൂനിരകൾ, തെങ്ങിൻ കുരലിൽ പൂക്കുലകൾ, കൊയ്ത്തു കഴിഞ്ഞു പാടത്ത് കൊറ്റികളെത്തി വരമ്പത്ത്, ഉണ്ടേ തുമ്പികൾ മുറ്റത്ത് കണ്ടോ വെൺമുകിൽ മാനത്ത്, തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽപ്പൂ തെരുവുകളും
ഓണക്കളികൾ പാട്ടുകളും നാടുവെടിഞ്ഞു പണ്ടെന്നോ. എങ്കിലും ഓണം നമ്മൾക്ക് എക്കാലത്തും ഒരാഹ്ലാദം. ഇത് വെളിച്ചം എന്ന കവിതയിൽ മലയത്ത് അപ്പുണ്ണി എഴുതിയിട്ടുള്ള കവിതയിൽ കുറച്ച് വരികളാണ്. ഇതിൽ കുറച്ച് ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഉത്തരം എഴുതുക. ഓപ്ഷൻ എ, ഓണക്കാലം പൂക്കളുടെ കാലം കൂടിയാണ്. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ഉത്തരം, കുന്നിൻ ചെരുവിൻ പൂനിരകൾ, തെങ്ങിൻ കുരലിൽ പൂക്കുലകൾ. അടുത്ത ചോദ്യം, ആഹ്ലാദം തരുന്നുണ്ടെങ്കിലും ഓണക്കാലത്തെ പല കാഴ്ചകളും ഇല്ലാതായി, മറഞ്ഞുപോയതായി ഈ കവിതയിൽ പറയുന്ന കാഴ്ചകൾ എടുത്തെഴുതുക. ഉത്തരം, ഓണക്കളികളും ഓണപ്പാട്ടുകളും ഇതെല്ലാം മറഞ്ഞുപോയി. അടുത്ത ചോദ്യമാണ്, കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓരോ കുട്ടികളും അവരവർക്ക് അനുയോജ്യമായ വിധത്തിലാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. പൊതുവായി ആസ്വാദനക്കുറിപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇവിടെ പറയാം. വായനാ സാമഗ്രികളിലെ ഉള്ളടക്കത്തിലെ പ്രസക്ത വിവരങ്ങൾ, അതിലെ ഉള്ളടക്കം എന്തായാലും ഉണ്ടായിരിക്കണം. സ്വന്തം അഭിപ്രായം, അത് നിങ്ങൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതിലെ പ്രത്യേകതകൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ആസ്വാദനാംശങ്ങളും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്ത വിവരണം ശ്രദ്ധിച്ചു വായിക്കുക. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഉരലിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. വീടുകളിൽ അരി, മഞ്ഞൾ, മല്ലി, മുളക് എന്നിവ ഇടിച്ചു പൊടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഉരൽ. ഉലക്ക എന്ന ദണ്ഡ് ഉപയോഗിച്ചാണ് ഉരലിൽ ധാന്യങ്ങളും മറ്റും ഇടിക്കുന്നത്. പ്രാചീന മനുഷ്യൻ ഉരൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ചത് ഭക്ഷ്യവസ്തുക്കൾ പൊടിച്ചെടുക്കാനായിരുന്നിരിക്കണം. പാറപ്പുറത്തോ ഉറപ്പുള്ള മണ്ണിലോ ഉണ്ടായിരുന്ന കുഴികളായിരുന്നിരിക്കും അവ. ഉറപ്പുള്ള ഗൃഹനിർമ്മാണം തുടങ്ങിയതോടെ വീടിനുള്ളിലോ പുറത്തോ യഥേഷ്ടം മാറ്റിവെക്കാവുന്ന ഇന്നത്തെ രൂപത്തിലുള്ള ഉരലുകൾ രൂപം കൊണ്ടു. ആദ്യകാലത്ത് കരിങ്കല്ലുകൊണ്ട് തന്നെയായിരുന്നു ഉരൽ നിർമ്മിച്ചിരുന്നത്. മരം കൊണ്ടുള്ള ഉരലും പ്രചാരത്തിലുണ്ടായിരുന്നു. മരം ധാരാളം ലഭിക്കുമായിരുന്ന കേരളക്കരയിൽ കൽപ്പണിക്കാരുടെ കുറവ് കൂടി ആയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കണം മരം കൊണ്ടുള്ള ഉരലുകൾ. മില്ലുകൾ, മിക്സികൾ എന്നിവ ധാരാളമായി വന്നതോടെ ഉരലുകൾ അപ്രത്യക്ഷമായി. ഒന്നാമത്തെ ചോദ്യം, ഉരലുകൾ നാട്ടിൽ കാണാതാവാൻ കാരണമെന്ത്? ഉത്തരം, മില്ലുകൾ, മിക്സികൾ എന്നിവ ധാരാളമായി വന്നതോടെ ഉരലുകൾ അപ്രത്യക്ഷമായി. അടുത്തത്, എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടാണ് ഉരലുകൾ ഉണ്ടാക്കിയിരുന്നത്? മരവും കരിങ്കല്ലും. സി, ഒരു കാലത്ത് മനുഷ്യരെ ഒരുപാട് സഹായിച്ച ഉരലിൻ്റെ ആത്മകഥ എഴുതുക. ഇതും നിങ്ങൾ സ്വന്തം ഭാഷയിലാണ് എഴുതേണ്ടത്. അതിൽ ചേർക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാം. ഉരലിൻ്റെ അനുഭവങ്ങൾ അനുഭവമായി വിവരണമായി അവതരിപ്പിക്കുക. ആത്മനിഷ്ഠമായ ഭാഷ ഉപയോഗിക്കണം. പ്രധാന ആശയങ്ങൾ ക്രമമായി രേഖപ്പെടുത്തുകയും വേണം. 13ാമത്തെ ചോദ്യം, ആരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം, ഒളപ്പമണ്ണയുടെ മുഴുവൻ പേര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്. 14ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം, ബോധേശ്വരൻ എന്ന കവിയാണ് ഇത് എഴുതിയത്. 15ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ആറ്, തടിനി, നദി, ശാഖി. ഉത്തരം, ശാഖി.